കഞ്ചിക്കോട്ടെ ബ്രൂവറി അനുമതി വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉയരുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുള്ള പുതുച്ചേരി പഞ്ചായത്ത് പോലും അനുമതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. നികർഷിക്കപ്പെട്ട പദ്ധതി എലപ്പുള്ളി പുതുച്ചേരി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്താണ് നടപ്പാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ആശയവിനിമയവും ഇരു പഞ്ചായത്തുകളുമായി സർക്കാർ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നതാണ് അറിയുവാൻ കഴിഞ്ഞത്. കഞ്ചിക്കോട് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡെസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മന്ത്രിസഭ അനുമതി നൽകിയത്. അനുമതിക്ക് പിന്നിൽ അഴിമതി ആരോപിച്ച് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ എന്നും ഒയാസിസിന് മാത്രം എങ്ങനെ അനുമതി കിട്ടിയെന്നും ടെൻഡർ ക്ഷണിച്ചു എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചിരുന്നു. കഴിഞ്ഞ തവണ ജനങ്ങൾ പ്രതിഷേധിച്ച സ്ഥലത്താണ് ഇപ്പോൾ മദ്യനിർമ്മാണശാലയ്ക്ക് വീണ്ടും അനുമതി കൊടുത്തതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. 2018 ബ്രൂവറി അനുവദിക്കാൻ ഒളിച്ചും പാത്തും സർക്കാർ നീക്കം നടത്തിയിരുന്നു. അത് പ്രതിപക്ഷം പൊളിച്ചതാണ്. തുടർ ഭരണത്തിന്റെ അഹങ്കാരത്തിലാണ് പിണറായി സർക്കാർ വീണ്ടും ബ്രൂവറി അനുമതി നൽകിയതെന്നായിരുന്നു VD സതീശന്റെ വിമർശനം. സംസ്ഥാനത്ത് കഴിഞ്ഞ 26 വർഷമായി മദ്യനിർമ്മാണശാലകൾ അനുവദിക്കുന്നില്ല. ആരെങ്കിലും അപേക്ഷിച്ചാൽ 1999 നയപരമായ തീരുമാനമാണെന്ന് പറഞ്ഞ് നിരസിക്കുന്നതാണ് രീതി. 2018 ബ്രൂവറി അനുവദിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെ പിന്മാറുകയായിരുന്നു. IT പാർക്കുകളിൽ പബ്ബുകൾക്ക് ലൈസൻസ് നൽകുന്നതിന് മുന്നോടിയായാണ് ബ്രൂവറിക്കുള്ള അനുമതി. പബ്ബുകളിൽ സാധാരണമായി വലിയ ക്യാനുകളിലാണ് ബിയർ എത്തിക്കുന്നത്. ഇത് 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് സംസ്ഥാനത്തിന് അകത്തു തന്നെ ഉൽപാദനം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. സർക്കാരിന് നികുതി വരുമാനം നേടിക്കൊടുക്കുന്ന ഉപാധിയായതിനാൽ മദ്യത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് പിണറായി സർക്കാർ. IT പാർക്കുകളിൽ പബ്ബ് സൗകര്യമില്ലാത്തത് ഒരു പോരായ്മയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. അതേസമയം മദ്യം നിർമ്മിക്കാനുള്ള സ്പിരിറ്റ് ഇപ്പോൾ പുറത്തുനിന്നാണ് വരുന്നത്. ഇത് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മദ്യനിർമ്മാണ കമ്പനികൾ തന്നെ സർക്കാരിനോട് പരാതിപ്പെട്ടിരുന്നു. നടപ്പു സാമ്പത്തിക വർഷം മദ്യനയം പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം വിവാദമാകുമെന്ന് ഉറപ്പാണ്. തീരുമാനം നിയമസഭാ സമ്മേളനത്തെയും ചൂടുപിടിപ്പിക്കും. തീരുമാനത്തിനെതിരെ മതസാമുദായിക സംഘടനകളിൽ നിന്നുൾപ്പെടെ പ്രതിഷേധവും ഉണ്ടാകും. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിയിരിക്കുകയാണ് എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുന ഒടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുമ്പോഴും കഴിയുന്നത്ര പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകുന്നതിനാണ് കോൺഗ്രസും പ്രതിപക്ഷവും ശ്രദ്ധ നൽകുന്നത്.